ധ്യാൻ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു റീല് കണ്ടായിരുന്നു. അതില് ധ്യാൻ ചേട്ടൻ തന്നെ ധ്യാൻ ചേട്ടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാലോ ഇപ്പൊ കേറൂ നിങ്ങളോ? ഞങ്ങള് മീഡിയ ടീം. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. നിങ്ങൾ കാരണം എത്ര പടം എന്റെ ഓടി ഒത്തില്ല. എന്താണ് ഒത്തില്ല? നിങ്ങൾ കാരണം എന്റെ ഓടി ഒരു പടം പറഞ്ഞു. എനിക്ക് പറഞ്ഞ എന്റെ കൊള്ളാവത്ത ഒരു പടം നിങ്ങൾ കാരണം നീ കാരണം ഓടിച്ചത്. എല്ലാരും വിളിച്ചു. കപ്പൽ മുതലാളി ഇപ്പൊ 21 ഗ്രാംസ് പറഞ്ഞു. അല്ലല്ല കപ്പൽ മുതലാളി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിൽ ചേട്ടന്റെ കമന്റ്സിൽ വരുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ സ്റ്റാർ എന്നൊക്കെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടാവുന്നുണ്ട്. ഞാനല്ല വിളിപ്പിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും ഇല്ലാത്ത വേദന എന്താണ് നിനക്ക്? നിങ്ങൾ അതെന്റെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. ഹാബിറ്റ് അല്ലത് രോഗം. തല്ലുകൊള്ളുമ്പോ ഭേദാവും. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ. നിർത്ത്, ഒരു സെക്കൻഡ് നിർത്ത്. എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര സിനിമ എന്നറിയാമോ? ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക. വെറുപ്പിക്കുന്ന ചോദ്യങ്ങൾ അല്ല, ഞാൻ ഒരു ആവേശത്തിന്റെ പുറത്ത്. ഇവിടെ വേണ്ടത് സ്ക്രിപ്റ്റ് പടം ചെയ്യുക, ഇതൊന്നുമല്ല. അച്ചടക്കം, മര്യാദ, എവിടെ എന്ത് സംസാരിക്കണമെന്നും വെറുപ്പിക്കാതിരിക്കുക. നീ ഇത്രയും ആൾക്കാരെ പറഞ്ഞിട്ട് നീ വെറുപ്പിച്ചു, എന്നെ വെറുപ്പിച്ചു. ഇത്രയും ആൾക്കാര് നിനക്ക് ഒരു വില ഞങ്ങളെടുത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഞാൻ പോകുന്നു. ബൈ ബൈ.